എൻ്റെ മിസ്കാരേജ് സ്റ്റോറിയാണ് ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. എൻ്റെ മിസ്കാരേജ് സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ്റെ മാരേജ് കഴിഞ്ഞ് ഒരു 2.5 വർഷം കഴിഞ്ഞിട്ടാണ്. എൻ്റെ മാരേജ് കഴിയുന്ന സമയത്ത് എനിക്ക് PCOD ഉണ്ടായിരുന്നു. അതിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ഞാനൊരു ഹോസ്പിറ്റലിൽ പോവുകയും അവരെനിക്ക് മാസങ്ങളോളം മെഡിസിൻ തന്നുകൊണ്ട് ഇരിക്കാൻ തുടങ്ങി. അങ്ങനെ കുറേ മാസങ്ങൾ മരുന്ന് കഴിച്ച് എനിക്ക് ലാസ്റ്റ് മെഡിസിൻ ഇല്ലാതെ ഓവുലേഷൻ ആവില്ല, അല്ലെങ്കിൽ പീരീഡ്സ് ആവില്ല എന്നുള്ളൊരവസ്ഥയിലോട്ടെത്തി. കുറച്ച് മാസങ്ങൾ ഈ മെഡിസിൻ കഴിച്ച് പീരീഡ്സ് കിട്ടുന്നു, അങ്ങനെ പോവുകയാണ്. അതിനുശേഷം കഴിക്കുന്ന മെഡിസിൻ്റെ ഡോസ് കൂട്ടി കൊടുത്താൽ മാത്രമേ പീരീഡ്സ് ആവൂ, അല്ലെങ്കിൽ ഓവുലേഷൻ കിട്ടൂ എന്നുള്ളൊരവസ്ഥയിലോട്ടൊക്കെ പോവുകയാണ്. പിന്നെ മെഡിസിൻ എടുത്തില്ലെങ്കിൽ 3-4 മാസം വരെയൊക്കെ എനിക്ക് പീരീഡ്സ് കിട്ടാതെ ഇങ്ങനെ നീണ്ടൊക്കെ പോവുകയാണ്. ആ ഒരു ടൈമിലാണ് ഞാൻ PCODക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എൻ്റെ തടി കുറയ്ക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൺസീവ് ആവാതെ നമ്മൾ ഒരുപാട് വിഷമിച്ചിരിക്കുന്ന ഒരു ടൈമായിരുന്നു. ആ ടൈമിലാണ് എനിക്ക് എൻ്റെ ആദ്യത്തെ പ്രഗ്നൻസി കിട്ടുന്നത്. ഫസ്റ്റ് പ്രഗ്നൻസി കിട്ടി. അങ്ങനെ നമ്മൾ ഫസ്റ്റ് സ്കാൻ ചെയ്യുമ്പോൾ കുഞ്ഞിന് ഹാർട്ട് ബീറ്റൊക്കെ ഉണ്ട്. നമ്മൾ ഒരുപാട് ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്ത് ഒരു 2.5 മാസമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഒരു 2 ആഴ്ച കൂടി കഴിയുമ്പോൾ നമ്മളോട് NT സ്കാൻ 3rd മന്ത് സ്കാൻ ചെയ്യണം എന്നൊക്കെ ഡോക്ടർ പറഞ്ഞിരിക്കുകയാണ്. ആ ഒരു ടൈമിലാണ് എനിക്ക് ചുമ്മാ റൂമിലിരിക്കുന്ന ടൈമിൽ മനസ്സിലെന്തോ ഒരു അസ്വസ്ഥത പോലെ തോന്നുന്നു. നമ്മൾ ഡോക്ടറെ പോയി കാണുമ്പോൾ ഡോക്ടറിൻ്റെ ക്യാബിനിൽ തന്നെ സ്കാനിങ് റൂമുണ്ട്. അവരവിടെ വെച്ചിട്ട് സ്കാൻ ചെയ്ത് നോക്കുന്ന സമയത്ത് കുഞ്ഞിന് എനിക്കിപ്പോൾ ഹാർട്ട് ബീറ്റ് എപ്പോഴും ഡോക്ടർ കേൾപ്പിച്ച് തരാറുണ്ട്. പക്ഷേ ഹാർട്ട് ബീറ്റ് കേൾപ്പിച്ച് തരുന്നില്ല. അപ്പോൾ ഡോക്ടറോട് ഞാൻ ചോദിക്കുകയാണ് ഹാർട്ട് ബീറ്റ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഹാർട്ട് ബീറ്റ് ഉണ്ട്, പക്ഷേ ആവശ്യത്തിന് ഇങ്ങനെ ഭയങ്കര വീക്കായതുകൊണ്ട് തന്നെ നമുക്കതിങ്ങനെ കേൾക്കാൻ പറ്റുന്ന രീതിയിൽ വരുന്നില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു റേഡിയോളജിസ്റ്റിനെ പോയി കണ്ടിട്ട് അവരുടെ സ്കാനിങ് സെൻറ്ററിൽ തന്നെ പോയി ഒന്ന് ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ അവിടെ നിന്ന് വിടുവാണ്. ഞങ്ങളപ്പം തന്നെ ഒരുപാട് ടെൻഷൻ അടിച്ചിട്ടാണ് ഒരു സ്കാനിങ് സെൻറ്ററിലോട്ട് ചെല്ലുവാണ്. അവിടെ ചെന്ന് സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറയാണ് ഹാർട്ട് ബീറ്റ് ഇല്ല, നമുക്കിനി മോർണിംഗ് ഒന്നുകൂടി ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ടൊരു റിപ്പോർട്ട് തരുവാണ്. ആ റിപ്പോർട്ടിൽ ഷോർട്ട് ഫോമിൽ ഫീറ്റൽ ഡെത്ത് എന്നുള്ളൊരു ടേം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളോടൊന്നും പക്ഷേ ഒന്നും പറഞ്ഞില്ല. ഈ റിപ്പോർട്ടായിട്ട് ഡോക്ടറെ അടുത്ത് പോയാൽ മതി എന്നല്ല, എന്താണെന്ന് ചോദിച്ചിട്ട് പറഞ്ഞു ഡോക്ടറെ കണ്ടാൽ മതി എന്ന് മാത്രമേ എന്നോട് പറഞ്ഞുള്ളൂ. ഞാൻ ഈ റിപ്പോർട്ട് ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കൺഫേമായിട്ട് മനസ്സിലായി കുഞ്ഞ് പോയി എന്നുള്ളത്. നമ്മൾ ആ ടൈമിലാകെ നമ്മുടെ അവസ്ഥ എന്ന് പറയുന്നത് ആർക്കും ഊഹിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. ഈ അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുള്ള ഒരുപാട് പേരുണ്ടാവും, അവർക്കതിനെ റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ നമ്മളൊന്ന് ഇന്ത്യയിലല്ല, പുറത്താണ്. ആ ടൈമിൽ നമ്മൾ 1-2 പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ പോയി നോക്കിയെങ്കിലും അവർ DNC മാത്രമാണ് പറയുന്നത്. DNC ചെയ്യണം എന്നുള്ള ഒരു ഓപ്ഷൻ മാത്രം പറഞ്ഞു. അത് ഭയങ്കര എക്സ്പെൻസീവാണ് അവിടെ. അങ്ങനെ നമ്മൾ അതിന് മുമ്പ് തന്നെ അവരുടെ അവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിനേക്കാൾ ബെറ്ററാണ്. അപ്പോൾ അവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് തോന്നുമ്പോൾ അവിടെ അപ്പോയിൻമെൻറ്റ്സ് ഒന്നും കിട്ടത്തില്ല. അങ്ങനെ ഒരു കാര്യമുണ്ട്. പക്ഷേ ഈ ഇങ്ങനെ പറഞ്ഞ് ചെല്ലുന്നു. ഫസ്റ്റ് ഡേ ഞാൻ ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു എപ്പോഴെങ്കിലും ബ്ലീഡിങ് വരുവാണെങ്കിൽ ആ സ്പോട്ടിൽ ഇവിടെ വരിക, നമുക്ക് പ്രൊസീജിയർ ചെയ്യാമെന്നും പറഞ്ഞിട്ട് എന്നെ വിടുവാണ്. എനിക്ക് ഈ മിസ്കാരേജസ് എന്ന് പറയുന്ന ഒരവസ്ഥ നമ്മൾക്ക് നമുക്ക് മിസ്കാരേജസിൻ്റേതായിട്ടുള്ള അല്ലെ അബോർഷൻ്റേതായിട്ടുള്ള ഒരു സിംറ്റമും ഉണ്ടാവില്ല. ബ്ലീഡിങ്ങോ പെയിനോ അങ്ങനെ ഒന്നും തന്നെ ഉണ്ടാവത്തില്ല. നമുക്ക് ആകെ നമ്മൾ പ്രഗ്നൻ്റ് ആണ് എന്നുള്ളൊരവസ്ഥയിൽ തന്നെ, എന്ന് വെച്ചാൽ ഹോർമോൺ വരെ നമുക്കുണ്ടാവും, മോർണിംഗ് സിക്നസ്സും എല്ലാം. കാരണം ബേബി ഉള്ളതുപോലെ തന്നെ പ്ലസൻ്റ അവിടെ വർക്കിംഗ് ആണ്, പക്ഷേ ബേബിക്ക് ഹാർട്ട് ബീറ്റ് ഇല്ല. ഈ ഒരു അവസ്ഥ മാത്രമാണ് ഉള്ളത്. അപ്പം ഈ പ്ലസൻ്റ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഹോർമോൺസും HCGയും എല്ലാം നമ്മുടെ ബോഡിയിൽ പീക്കായിട്ട് തന്നെ നിൽക്കും. അതുകൊണ്ട് തന്നെ യാതൊരു കാരണവശാലും ബ്ലീഡിംഗ് ഒന്നും പെട്ടെന്നൊന്നും വരില്ല. ലാസ്റ്റ് ബോഡിയിൽ എന്തെങ്കിലും ഈ ബേബി ഇങ്ങനെ ഇരുന്ന് എന്തെങ്കിലും ഇൻഫെക്ഷൻ ആയാലായിരിക്കും നമുക്ക് വരുന്നത്. അങ്ങനെ ഞാൻ ഓരോരുത്തരോട് പറയുമ്പോൾ ഓരോരുത്തർ ഓരോരോ കാര്യങ്ങൾ പറയുകയാണ്. അത് കഴിക്കുക ഇത് കഴിക്കുക അപ്പോൾ ബ്ലീഡിങ് വരും എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫുഡിന് പകരം പപ്പായ,
പൈനാപ്പിൾ ഇങ്ങനെയുള്ള ഫുഡ്, പാരസെറ്റാമോൾ, പെപ്സി, ഇങ്ങനെ ഓരോ ആളുകൾ പറഞ്ഞ ഓരോ മെത്തേഡും പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ദിവസങ്ങളായിട്ട്. സ്റ്റെപ്സ് കയറുന്നു, ഇറങ്ങുന്നു, നമ്മൾ മെൻ്റലി ഫുൾ പോയി കിടക്കുവാണ്. ആ ടൈമിലാണ് നമ്മൾ ഇങ്ങനെ ഇത് കളയാൻ വേണ്ടിയിട്ട് മാക്സിമം അത് അത്രയും ആഗ്രഹിച്ച് കിട്ടിയ ഒരു പ്രഗ്നൻസി കളയാൻ വേണ്ടി നമ്മളിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു 9th ഡേ ആയിട്ടും എനിക്ക് യാതൊരു വിധ ബ്ലീഡിങ്ങും ഇല്ല. അപ്പം 9th ഡേ ആയപ്പോൾ എനിക്ക് ആ ഹോസ്പിറ്റലിൽ നിന്നൊരു മെസ്സേജ് വരുവാണ്, വേറെ ഒരു ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻ്റ് ആയിട്ടുണ്ട്, 10th ഡേ വന്ന് കാണുക എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സാധാരണ എൻ്റെ ഒരു ഭാഗ്യം കൊണ്ടാണെന്നാണ് പറയുന്നത്. സാധാരണ ആൾക്കാർക്ക് ഇപ്പോൾ കൺസീവ് ആയാലും അബോർഷനായിട്ട് അപ്പോയിൻമെൻറ്റ് കിട്ടുന്നത് മാസങ്ങൾക്ക് ശേഷമൊക്കെയാണ്. പക്ഷേ എനിക്കൊരു 9th ഡേയിൽ തന്നെ അപ്പോയിൻമെൻ്റ് ആയി. ഞാനവിടെ ചെല്ലുവാണ്. നമ്മൾ ആദ്യം കണ്ട ഡോക്ടറൊന്നും അല്ല, അവർ റാൻഡമായിട്ട് ഓരോ ഡോക്ടർമാരെ നമുക്ക് അലോട്ട് ചെയ്ത് തരും. അപ്പോൾ എനിക്ക് ആദ്യം കണ്ട ഡോക്ടറല്ല, വേറൊരു ഡോക്ടറെയാണ് കിട്ടിയത്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു അന്ന് വൈകിട്ട് തന്നെ വന്ന് അഡ്മിറ്റായി നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ വരെ എനിക്ക് ബ്ലഡിലൊക്കെ ഇടയ്ക്ക് ഞാൻ ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്യുന്നുണ്ട്. ഇൻഫെക്ഷൻ ഒന്നും തന്നെ ആയിട്ടില്ല, വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ല. പക്ഷേ നമ്മൾ മെൻ്റലി മൊത്തം പോയി കിടക്കുവാണ്, ഒരു രക്ഷയുമില്ലാത്തൊരവസ്ഥയാണ്. ആ സമയത്ത് ഡോക്ടർ ഇങ്ങനെ അഡ്മിറ്റ് ചെയ്തു. പിറ്റേ ദിവസം അഡ്മിറ്റായി അന്ന് എനിക്കൊരു ഉച്ച കഴിഞ്ഞ സമയത്ത് ഫസ്റ്റ് ഡോസ് മെഡിസിൻ തന്നു. പെയിൻ വരാനായിട്ട് ആദ്യത്തെ ഡോസ് മെഡിസിൻ തന്നു. എനിക്ക് അത് കഴിച്ചിട്ടൊരു 1-1.5 മണിക്കൂർ അത് കഴിച്ചിട്ടും എനിക്ക് സാധാ ഒരു ചെറിയ എന്തോ അസ്വസ്ഥതകളല്ലാതെ വലിയ പെയിനൊന്നും വന്നില്ല. അത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടാമത്തെ ഡോസ് കൊണ്ട് തന്നു. രണ്ടാമത്തെ ഡോസ് കഴിച്ച് ഒരു 10-15 മിനിറ്റ് ആയപ്പോൾ തൊട്ട് എനിക്ക് സിവിയർ പെയിനായി. പെയിൻ മാത്രമല്ല, ഞാൻ വൊമിറ്റ് ചെയ്യാൻ തുടങ്ങി, ലൂസ് മോഷൻ. അതൊക്കെ ആ മെഡിസിൻ്റെ സൈഡ് എഫക്റ്റാണ്. മീസോപ്രസോളോ അങ്ങനെ എന്തോ ഒരു മെഡിസിനായിരുന്നു. കറക്റ്റ് ഞാൻ നെയിം അതിൻ്റെ ഓർക്കുന്നില്ല. നമുക്ക് പേരും കാര്യങ്ങളും മെഡിസിൻ്റെ സ്ട്രിപ്പോടെയൊന്നും അല്ല, അവരത് പൊട്ടിച്ചിട്ടാണ് മെഡിസിൻ കൊണ്ട് തരുന്നത്. ഞാൻ പിന്നെ സെർച്ച് ചെയ്തൊക്കെ കണ്ടുപിടിച്ചതാണ് അതിൻ്റെ പേര്, ആ ഒരു ഷേപ്പും ഇതൊക്കെ വെച്ചിട്ട്. പിന്നെ പെയിനായി. പക്ഷേ അപ്പോൾ ഞാൻ അഡ്മിറ്റായി കിടക്കുന്ന റൂമിൽ വേറൊരു കൺസീവ് ആയിട്ടുള്ളൊരു ലേഡിയാണുള്ളത്. അവരിപ്പോൾ അഡ്മിറ്റായിരിക്കണത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് മോർണിംഗ് സിക്നെസ് കൂടുതലായി, വൊമിറ്റിംഗ് ഒക്കെ കൂടുതലായി, ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് അവർ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ കരയുന്നതൊക്കെ കണ്ടിട്ട് നേഴ്സിംഗ് സ്റ്റേഷനിലൊക്കെ പോയി പറയുന്നുണ്ട്. പക്ഷെ അവരാരും വരുന്നില്ല, കാരണം അവർക്കറിയാം ആ ഒരു ടൈം എപ്പോഴാണ് ഇത് നടക്കുന്നതെന്നുള്ളത്. ആ ഒരു ടൈം ആകുമ്പോൾ മാത്രമേ അവർ വരത്തുള്ളൂ. അങ്ങനെ ആ ഒരു ടൈമായി, നേഴ്സ് വന്നു. നേഴ്സ് വരുന്ന ആ ടൈമിൽ തന്നെ ബേബി പുറത്തോട്ട് വന്നു. അവർ ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇപ്പോൾ ഇത് ഫുൾ കംപ്ലീറ്റ് ക്ലീൻ ആയെന്നാണ് തോന്നുന്നത്, നമ്മൾ നാളെ ഒന്നുകൂടി സ്കാൻ ചെയ്തിട്ട് ക്ലീൻ ആണെങ്കിൽ ഡിസ്ചാർജ് ചെയ്യും എന്ന് പറഞ്ഞ് എന്നെ വിടുവാണ്. അങ്ങനെ എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസി അവിടെ അവസാനിച്ചു. ആ പ്രഗ്നൻസി എനിക്ക് ആ മിസ്കാരേജ് വരുന്നത് ഡിസംബറിലാണ്. പിന്നെ എനിക്ക് ആ പ്രഗ്നൻസിയുടെ ഡെലിവറി ഡേറ്റ് പറഞ്ഞിരിക്കുന്ന സെയിം ഡേറ്റിലാണ് ഞാൻ എൻ്റെ മോളെ കൺസീവ് ആണെന്നുള്ള ന്യൂസ് അറിയുന്നത്. ദൈവം എനിക്ക് അങ്ങനെ ഒരു വലിയ അനുഗ്രഹം അതിനുശേഷം തന്നു. ഇനി എൻ്റെ രണ്ടാമത്തെ മിസ്കാരേജിനെ പറ്റിയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും.